വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ 4 ഗവൺമെൻറ്റുകൾ. ഒന്ന് ബാബിലോണിയൻ കിങ്ഡം, ബാബിലോണിയൻ രാജ്യത്വം, പെർഷ്യൻ രാജ്യത്വം, യൗവന രാജ്യത്വം, അവസാനം ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിലനിന്ന റോമ രാജ്യത്വം. 4 പൊടിഞ്ഞ് താളടിയായി. അപ്പോഴാണ് ഉയരത്തിൽ നിന്ന് ദാനിയേൽ പ്രവാചകൻ എഴുതുന്നു, ഒരു മനുഷ്യൻ്റെയും കൈ തൊടാത്ത കല്ല്. ആമേൻ, ആമേൻ. ജോസഫിൻ്റെയോ മറിയയുടെയോ കൈ തൊടാത്ത ഒരു കല്ല് ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്ന് യേശുവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രവചനമാണ്. He was not touched by a human hand. ആത്മനിറവിനാൽ, അമ്മ മറിയത്തിൻ്റെ ആത്മനിറവിനാൽ ഗർഭം ധരിച്ച് ഉത്ഭവിച്ച ഒരു കല്ല് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് 4ാമത്തെ രാജ്യത്വം കളിമണ്ണും ഇരുമ്പും കലർന്ന മിക്സറിനെ അടിച്ച് തകർത്ത് ആ കല്ല് ക്രമേണ വലുതായി മഹാപർവ്വതമായി. ദാനിയേൽ പ്രവചനം 2:34. ആ കല്ലാണ് 1 കൊരിന്ത്യർ 10:4 പൗലോസ് എഴുതുന്ന ക്രിസ്തുവാകുന്ന ആ പർവ്വതം ക്രിസ്തുവാകുന്ന ആ കല്ല് ക്രിസ്തുവാകുന്ന അവൻ എന്നേക്കും നിത്യൻ. ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു, ചിലരുടെ ദൈവം വയറ്, ലോകം, വയറ്, കാണുന്നത് എല്ലാം അവർക്ക് വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന നിത്യം കാണാത്ത തമ്പുരാൻ. തിമോത്തിയോസ് ലേഖനം 1 തിമോത്തിയോസ് 6:16 നമ്മെ പഠിപ്പിക്കുന്നു, ഒരുവനും ഈ ദൈവത്തെ കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. അവൻ സ്വർഗത്തിൽ വസിക്കുന്നവൻ, അവൻ നിത്യം, നിത്യം. 2 കൊരിന്ത്യർ 4:18 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, കാണുന്നത് തൽക്കാലികം, കാണാത്തതോ നിത്യം. ഓരോ തീർമാനം എടുക്കുമ്പോഴും ഓരോ സ്വഭാവം വെളിപ്പെടുമ്പോഴും ലോകത്തെ സ്നേഹിക്കുന്നവൻ്റെ ആ തീർമാനത്തിനും സ്വഭാവത്തിനും മറ്റാളുകളുടെ സ്വഭാവത്തിനും തീർമാനത്തിനും വ്യത്യാസമുണ്ട്. അഗ്നി 7 മടങ്ങ് ചൂടാക്കപ്പെട്ട് തീ ജ്വാലയിൽ കിടക്കുന്ന ദാനിയേലിന്റെ 3 കൂട്ടുകാരന്മാർ ദാനിയേൽ പ്രവചനം 3:16 വചനത്തിൽ പ്രസ്താവിക്കുന്നു, അവൻ വിടുവിച്ചില്ല എങ്കിലും ഈ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കും. ആമേൻ. നമ്മിൽ പലരുടെയും തീർമാനം അങ്ങനെയല്ല. അവൻ എന്നെ വിടുവിച്ചാൽ വിശ്വസിക്കും. ഇങ്ങനെ പറയുന്ന ആളുകളാണ് അധികം. അവൻ ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നാൽ, ഈ കടത്തിൽ നിന്ന് മോചനം തന്നാൽ, ഒരു ഗവൺമെൻറ് ജോലി തന്നാൽ, പെണ്ണല്ല ആണെ തന്നെ തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും. അത് നാശത്തിലേക്ക് പോകുന്ന വിശ്വാസം. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അല്ല അല്ല, അവൻ ഞങ്ങളെ വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. അതാണ് ലോകത്തിൻ്റെ പുറകിൽ പോകുന്നവനും ദൈവത്തിൻ്റെ പുറകിൽ പോകുന്ന ആളിനും തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഈ വാരിടിയിൽ വൻകിഴയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാട് പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഓ വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാട് പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. അവസാനം ഐസയ്യാ 59 2 വചനം, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു.
അതിൻ്റെ അർത്ഥം അതിക്രമിയെ ദൈവം അടുപ്പിക്കുകയേയില്ല. ആമേൻ. ഗർവിയെ ദൈവം അടുപ്പിക്കുകയില്ല. രണ്ടാമത് നാം ധ്യാനിച്ചുവല്ലോ, ലോക സ്നേഹിയെ ദൈവം അടുപ്പിക്കുകയില്ല. ഇപ്പോൾ നാം ധ്യാനിക്കുവാൻ പോകുന്നത് അതിക്രമിയെ ദൈവം അടുപ്പിക്കുകയേയില്ല. പാപി, അക്രമി. എന്താണ് പാപം? വാട്ട് ഡു യു മീൻ ബൈ സിൻ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 1 യോഹന്നാൻ 5:17 ഏത് അനീതിയും പാപം തന്നെ. ദൈവത്തിന് വിരോധമായി ദൈവ പൈതലേ നീ അനീതി ചെയ്യരുത്. നിന്റെ അയൽക്കാരന് വിരോധമായി നീ അനീതി ചെയ്യരുത്. നീ നിനക്ക് വിരോധമായി അനീതി ചെയ്യരുത്. ഏത് അനീതിയും പാപം തന്നെ. ദൈവത്തിന് വിരോധമായി നമ്പർ 1 അനീതി ചെയ്യുവാൻ ശ്രമിക്കരുത്. ദൈവം നമ്പർ 1 മനുഷ്യനല്ല. സങ്കീർത്തനം 50:21. ദൈവം ഒരു മനുഷ്യനല്ല. പലരുടെയും ചിന്തയും പ്രവർത്തനവും നോക്കിയാൽ ദൈവത്തെ ഒരു മനുഷ്യനായി കണക്കിട്ടാണ് മനുഷ്യരുടെ ചിന്തയും പ്രവർത്തനവും ഇന്ന് കീഴായി പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു മനുഷ്യനല്ല. സങ്കീർത്തനക്കാരൻ എഴുതുന്ന നിന്റെ ചിന്ത ഞാനൊരു മനുഷ്യനെന്നാണ്. അല്ല, ദൈവം 10ൽ 1 1 രാജാക്കന്മാർ 8:5. പൗലപ്പോസ്തലൻ എഴുതുന്നു, അവർക്ക് പല ദൈവങ്ങളുണ്ട്, നമുക്കോ ഒരു ദൈവമേ ഉള്ളു. അവൻ 10ൽ 1 അവൻ മനുഷ്യനല്ല. 1 രാജാക്കന്മാർ 8:5 8:4 പുറപ്പാട് 20:4 ദൈവം ഒരു വിഗ്രഹമല്ല. നീ ദൈവത്തിന് വിരോധമായി അനീതി ചെയ്യരുത്. നിന്റെ സമസൃഷ്ടിക്ക് വിരോധമായി നീ അനീതി ചെയ്യരുത്. അവനെ നീ നെരുക്കിയാൽ ദൈവം നിന്നെ നെരുക്കും. ബൈബിൾ കട്ടൻഡ്രയായി നമ്മോട് കൽപ്പിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5:15 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അന്യോന്യം നീ തിന്നുകളയരുതേ. നിനക്കുള്ള സ്വാതന്ത്ര്യം നിന്റെ അയൽക്കാരനും സമസൃഷ്ടിക്കുമുണ്ട്. ദൈവത്തിന് വിരോധമായി അനീതി ചെയ്യരുത്. അയൽക്കാരന് വിരോധമായി അനീതി ചെയ്യരുത്. നീ നിനക്ക് വിരോധമായി. ഉൽപ്പത്തി പുസ്തകം 2:7, യാക്കോബ് ലേഖനം 2:23, 2 കൊരിന്ത്യർ 4:16, 1 ദശലോനിക്കർ 5:23. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നിന്നിൽ 3 ഘടകങ്ങൾ ഉണ്ട്. 1 നിന്റെ ആത്മാവ്, 2 നിന്റെ പ്രാണൻ, 3 നിന്റെ ശരീരം. ആത്മാവോ സദൃശവാക്യം 20:27 അത് മഹാഭയങ്കരനായ ദൈവം നിന്റെ അകത്ത് കത്തിച്ചു വെച്ച ദൈവത്തിന്റെ ദീപം. അത് കളങ്കപ്പെടാതെ നീ കാത്തുകൊള്ളണം. പ്രാണനോ, മനുഷ്യന്റെ പ്രാണനോ ഉൽപ്പത്തി 2:7 നമ്മ പഠിപ്പിക്കുന്ന യഹോവ ദൈവത്തിന്റെ ശ്വാസം. അതാണ് നിന്റെ പ്രാണൻ. ശരീരമോ 1 കൊരിന്ത്യർ 3:16 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരമായ നിന്റെ ശരീരം, ദൈവത്തിന്റെ ദീപമായ നിന്റെ ആത്മാവ്, ദൈവത്തിന്റെ സ്വഭാവമായ നിന്റെ പ്രാണൻ. യേശു കർത്താവ് മധ്യാകാശത്തിൽ വരവിങ്കൽ 1 ദശലോനിക്കർ 5:23 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കളങ്കപ്പെടാതെ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന നാം കാത്തുകൊള്ളണം എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു.
പാപം ചെയ്തുവോ, അക്രമം കാണിച്ചോ, അതിക്രമം ചെയ്തുവോ, മാർഗമുണ്ട്. ആ മാർഗമാണ് യേശു ക്രിസ്തു ക്രൂസിൽ നമുക്ക് വേണ്ടി സഹിച്ചത്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ആദാം പാപം ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3:23 അവനെ ദൈവം പുറത്താക്കി. അതിൻ്റെ കാരണം, ആദാമ് പുറത്താക്കപ്പെട്ടതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം യോബുവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യോബുവിൻ പുസ്തകം 33:33 ആദാം ചെയ്ത പാപം മറച്ചു. ഈ ഹിഡ്, ആദാം ഹിഡ് ഹിസ് ട്രാൻസ്ഗ്രഷൻ. ആദാമിന് ദൈവം ആദാമിന്റെ അക്രമം ഭക്തൻ യോബുവിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. യോബ് 31:33 അവൻ ചെയ്ത അക്രമം മറച്ചു. നമ്പർ 1 ആകാൻ ചെയ്ത അക്രമം. ജോഷുവയുടെ പുസ്തകം 7:20 ആകാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് അവൻ ചെയ്ത പാപം മണ്ണിന്റെ അടിയിൽ അവൻ കുളിച്ചിട്ട് ഒരുത്തൻ മറച്ച്, രണ്ടാമത്തവൻ മണ്ണിൽ കുഴിച്ച്, മൂന്നാമോട്ടൻ 1 ശമൂവേൽ 15:13 സൗൽ രാജാവ് ചെയ്ത അക്രമം, അവനോ ഹി കവേർഡ്. അക്രമം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ അവൻ മൂടി. നിവർത്തിക്കാത്തതിന് നിവർത്തിച്ചു എന്ന് അവൻ മൂടി. ഒരുത്തൻ മറച്ച്, ഒരുത്തൻ കുഴിച്ചിട്ട്, ഒരുത്തൻ മൂടി. പക്ഷെ വചനം നമ്മോട് കൽപ്പിക്കുന്ന ആഹ്വാനം സദൃശവാക്യം 28:13 വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ചെയ്ത അക്രമം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. നമ്പർ 1 ഏറ്റുപറഞ്ഞ് കൺഫെഷൻ, ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുന്നവന് ചെയ്ത അതിക്രമം ക്രിസ്തുവിന്റെ മുമ്പിൽ കേട്ട് ക്ഷമിക്കുവാൻ ശക്തിയുള്ള ദൈവപുത്രൻ ക്രിസ്തുവിന്റെ മുമ്പിൽ കടന്നു വന്ന് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞ് അത് എന്നേക്കുമായി വീണ്ടും ആവർത്തിക്കാതെ ഉപേക്ഷിച്ചാൽ കരുണ കിട്ടും. ആ കരുണയാണ് പാപമോചനം, പാപക്ഷമ. അവൻ മോചിക്കുന്നു, അവൻ പാപത്തെ ക്ഷമിക്കുന്നു, അവൻ നാം ചെയ്ത അക്രമത്തെ മറക്കുന്നു. ആമേൻ. യേശുവിൻ്റെ രക്തത്താൽ മോചനം പ്രാപിക്കുമ്പോൾ ദൈവാദി ദൈവം നാം ചെയ്ത അക്രമത്തെ മനുഷ്യൻ ക്ഷമിക്കും, മറക്കത്തില്ല. ദൈവം ക്ഷമിച്ച് മറക്കുന്നവനാണ്. പക്ഷേ ചെയ്ത അക്രമത്തിൻ്റെ ശിക്ഷ അവൻ തരാതിരിക്കുകയില്ല. പാപമോചനം തരും, പാപത്തെ മറക്കും, പാപത്തെ ക്ഷമിക്കും. പക്ഷെ ശിക്ഷ എത്ര നീതിമാനായാലും തരാതിരുന്നാൽ, ആ ശിക്ഷ നമുക്ക് തരാതിരുന്നാൽ ദൈവം നീതിമാൻ അല്ല എന്നാണ് അർത്ഥം. ആമേൻ. ദാവീദിന് ശിക്ഷ ലഭിച്ചു, മോശയ്ക്ക് ശിക്ഷ ലഭിച്ചു. നാം ക്രിസ്തുവിന്റെ സന്നിധിയിൽ വന്ന് അക്രമത്തിൽ നിന്ന് മോചനവും വീണ്ടെടുപ്പും ക്ഷമയും ലഭിച്ചാലും ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഗർവിയെ ദൈവം അടുപ്പിക്കുകയില്ല. ലോകത്തെ സ്നേഹിക്കുന്നവന് ദൈവം അടുപ്പിക്കുകയില്ല. അതിക്രമിയെ ദൈവം അടുപ്പിക്കുകയില്ല. പിന്നെ ആര് ദൈവം അടുപ്പിക്കും? ആമേൻ. നീ അടുത്തു വന്നാൽ ഞാൻ നിന്റെ അടുത്തു വരുമെന്ന് അരുളി ചെയ്ത കർത്താവ് ആര് പിന്നെ ദൈവം തന്നോട് അടുപ്പിക്കും?
യാക്കോബ് ലേഖനം 4-ാം അധ്യായം 8-ാം വചനം നമ്മ പഠിപ്പിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നിന്റെ അടുത്ത് വരും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം നിന്റെ അടുത്ത് വരും.